സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണമൊക്കെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാം. പക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ വാസ്തവിരുദ്ധ വാർത്ത കൊടുത്താലോ? ഇപ്പോൾ എൻ്റെ കൈ ഒഴിഞ്ഞത് അവിടെ നിന്നാണ് പറഞ്ഞത്. ഒരാൾ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ. അത് ഞാൻ പറയാം. എൻ്റെ കൈ ബാത്റൂമിൽ വീണ് 5 ദിവസം മുമ്പ് പൊട്ടിയതാണ്. ഞാൻ 5 ദിവസമായിട്ട് ഈ സിഗ്നൽ നടക്കുന്നുണ്ട്. ഇന്നലെ വന്ന വാർത്തകളൊക്കെ തന്നെ വാസ്തവിരുദ്ധമാണ്. നിങ്ങൾ ദയവായി അതിൻ്റെ പുറകെ പോരുത്. നിങ്ങൾ ഈ ജാഥയുടെ പോസിറ്റീവ് ചർച്ച ചെയ്യും. ഇന്നലെ രാത്രി 10 മണിക്ക് ജാഥ അവസാനിപ്പിക്കുമ്പോൾ വരെ 3 മണിക്കൂർ വൈകിയത്തെ ജാഥയ്ക്ക് ജനങ്ങളുടെ ഉണ്ടായ റെസ്പോൺസ്, ജനപങ്കാളിത്തം, അതൊക്കെയല്ലേ നമുക്ക് ചർച്ചയാക്കേണ്ടത്. അതുമാത്രമല്ല, എത്ര ജാഥ കടന്നുപോയി, തൊട്ട് മുമ്പ് ഒരു ജാഥ കടന്നുപോയില്ലേ? ആ ജാഥ തമ്മിലുള്ള താരതമ്യപ്പെടണം. ഏതെങ്കിലും മാധ്യമം നടത്തിയോ? ഞാൻ എന്ത് തർക്കത നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അതല്ലേ പറഞ്ഞത്, ഈ വാർത്തകൾ മുഴുവൻ വാസ്തവിരുദ്ധമാണ്. കാരണം ഒരു ജാഥ ഇട്ട സമയത്ത് നിന്നും വൈകിയെത്തുമ്പോൾ, അത് ജാഥയാവട്ടെ കൺവെൻഷനോടെ യോഗമാവട്ടെ, സംഘാടകർ ഒരുമിച്ച് ചില തീരുമാനങ്ങളും ഭേദപ്പെടുത്തും. ആ ഭേദഗതിയിൽ ഇങ്ങനെ വാർത്തയ്ക്കൽ എന്താ നമ്മൾ ചെയ്യുക? ഒരു രക്ഷയില്ലേന്. കഴിഞ്ഞിട്ടാണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഓഡിയോ തന്നെ. അത് നിങ്ങളോട് പറഞ്ഞോ കഴിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ അതാണ് ഷാഫി. നിങ്ങൾക്കറിയോ? ഇല്ലല്ലോ. ഷാഫി കൃത്യം പറഞ്ഞല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ജാഥയുടെ ശോഭ CPM സൈബർ ആക്രമണം നടത്തി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പുറകെ മാധ്യമങ്ങൾ പോരുത്. ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. വടകര MP എന്നല്ലേ പറഞ്ഞത് പാറക്കൽ രാഘവട്ടെയും വിളിക്കാൻ? നിങ്ങളറിയോ വിവരം? വടകര MP തന്നെയല്ലേ പറഞ്ഞത്? ഷാഫി തന്നെയല്ലേ പറഞ്ഞത്? രാഘവട്ടെയും നേരം വൈകി പാറക്കലും രാഘവട്ടുമാ സംസാരിക്കുന്നത് ഷാഫിയല്ലേ പറയണത്? എന്നോടല്ലേ പറയണത്? അത് ഒരു നീരസം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫിയെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും ഒന്നും തള്ളിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആരും വീണിട്ടില്ല. വേദിയിൽ ഇത്രയധികം ആളുകൾ സാധാരണ കോൺഗ്രസിനെ പരിപാടി, പക്ഷേ ഇങ്ങനെ ആളുകളെ കൊള്ളിക്കുന്നത് ശരിയാണ്? അല്ലല്ല, അത് ഞങ്ങൾ കുറ്റ്യാടിയിലെ സ്റ്റേജിൽ ഒരു പ്രതീക്ഷയ്ക്ക് വിരുദ്ധ കുറച്ച് ആളുകൾ കൂടുതൽ വന്നിരുന്നു. അത് പിന്നെയുള്ള സ്റ്റേജുകൾ നിയന്ത്രിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വലിയ ജനാധിപത്യ പാർട്ടിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? ഇതൊന്നും ഞാൻ പറയട്ടെ, നിങ്ങൾ ദയവായി ജാതിയുടെ പോസിറ്റീവ് ചർച്ച ചെയ്യാം. ഞാൻ ആ വിഷ്വലിൽ ഞാൻ അടുത്തുണ്ടായിരുന്ന എന്നോടാണോ നിങ്ങൾ പറയുന്നത്? എന്തോട് ഷാഫി ഞാൻ പറയട്ടെ, 1.5 മണിക്കൂർ വൈകിയൊരു ജാഥയുടെ കൃത്യമായ ക്രമീകരണം വേണ്ടതുകൊണ്ട് ശേഷിക്കുന്ന പരിപാടി കൃത്യം നടക്കാൻ വേണ്ടി ഞങ്ങൾ ക്രമീകരണം നടത്തി. അത് ദയവായി ഇതൊരു വാർത്തയെ കണ്ടല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്നലെ 2-3 മണിക്കൂർ വൈകിയെത്തിയ ജാഥയ്ക്ക് ജനം കൊടുത്ത സ്വീകരണവും ആ ജനങ്ങളുടെ റെസ്പോൺസും അത് ചർച്ചയാക്കുന്നുണ്ട്. അല്ല, ഷാഫി സംസാരിച്ചല്ലോ. പിന്നീട് ജനങ്ങൾ ബാലുശ്ശേരി 10 മണി കഴിയുമ്പം അവിടുന്ന് വന്ന് ഷാഫി സംസാരിച്ചല്ലോ. ഇതൊന്നും ഒരു വാർത്തയാക്കരുത്. ഇതിന്റെ പോസിറ്റീവ് ചർച്ചയാക്കുക. വാർത്തകളൊക്കെ വാസ്തവിരുദ്ധമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.